വെൽക്കം ബാക്ക് ടു മെറാക്കി ഡിസൈൻസ്. അപ്പോൾ നമ്മൾ എപ്പോഴത്തെയും പോലെ തന്നെ കുറച്ച് പുതിയ പ്രോഡക്ട്സും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണുന്നതിന് മുന്നേ ഫസ്റ്റിൽ തന്നെ ഒരു കാര്യം ചോദിക്കും. നമുക്ക് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എങ്ങനെയാണ് നമുക്ക് ഓർഡർ പ്ലേസ്മെൻറ്റ് വരുന്നത്, ഹൗ ടു പ്ലേസ് ഓർഡർ എന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് മെയിൻലി വെബ്സൈറ്റ് വഴിയാണ് ഓർഡർ വരുന്നത്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് meraki.online.in എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേജ് വെബ്സൈറ്റിലേക്ക് പോവാം. അങ്ങനെയാണെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യാം. നമുക്ക് വാട്സപ്പ് ഓർഡർ വരുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാം ഓർഡറും വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് വാട്സപ്പിൽ കുറേ അധികം മെസ്സേജസ് എൻക്വയറീസ് ഒക്കെ വരുന്നതുകൊണ്ട് റിപ്ലൈസിൽ കുറച്ച് ഡിലേ ഉണ്ടാവും. നിങ്ങൾ മാക്സിമം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് റെസ്പോൺസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. മാത്രമല്ല ഇൻസ്റ്റ ആണെങ്കിലും വാട്സപ്പ് ആണെങ്കിലും ഹാൻഡിൽ ചെയ്യുന്ന ഓരോ ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ വാട്സപ്പിലാണ് മെസ്സേജ് ചെയ്യുന്നതെങ്കിൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. സെയിം ആൾക്കാർ എന്നെ പോയി ഇൻസ്റ്റയിൽ ചെയ്യരുത്, കാരണം അപ്പോൾ അവിടെ ഒരു ക്ലാഷ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മാക്സിമം 2 ഡേയ്സിൽ ഡെസ്പാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് നിങ്ങളിപ്പോൾ ഇന്ന് തന്നെ ഓർഡർ ചെയ്തിട്ട് നാളെ വന്നിട്ട് ഡെസ്പാച്ച് ആയോ അങ്ങനെ നമ്മളോട് ചോദിക്കരുത്. നമ്മൾ സ്പീഡിൽ തന്നെയാണ് ഡെസ്പാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്നാലും കൊറിയറിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ആയിട്ടോ ചിലപ്പോൾ മേ ബി അങ്ങോട്ടോ ഇങ്ങോട്ടോ 2 ഡേയ്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം ഒരു 7 ഡേയ്സ് എങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് എൻക്വയറി ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 2 വഴിയാണ് നമ്മൾ ഡെസ്പാച്ച് ചെയ്യുന്നത്. സ്പീഡ് പോസ്റ്റും DTDC ആണ്. അല്ലെങ്കിൽ പോസ്റ്റ് വഴിയാകുമ്പോൾ കുറച്ച് ഡിലേ എന്തായാലും ഉണ്ടാവും, കുറച്ച് ടൈം എടുക്കും. DTDC ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അർജൻറ്റ് ഓർഡേഴ്സ് ആണെങ്കിൽ നിങ്ങൾ മാക്സിമം DTDC ചൂസ് ചെയ്യുക. അപ്പം നമുക്കാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. നിങ്ങൾ വെബ്സൈറ്റ് വഴി ഓർഡർ പ്ലേസ് ചെയ്യുന്ന ടൈമിൽ പെട്ടെന്ന് ബാക്ക് അടിച്ച് പോകാതെ നിങ്ങൾക്കൊരു ഓർഡർ ഐ ഡി കിട്ടുന്നുണ്ടാവും പേയ്മെൻറ്റ് കഴിയുമ്പോൾ. അതൊന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. പിന്നീട് ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് കിട്ടിയില്ല എന്നാണെങ്കിൽ നമ്മൾ എൻക്വയറി ചെയ്യുന്ന ടൈമിൽ ആ ഒരു ഓർഡർ ഐ ഡി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. വാട്സാപ്പിലും ഇൻസ്റ്റയിലും നമുക്കിപ്പോൾ ഒത്തിരി എൻക്വയറീസ് മെസ്സേജസും ഓർഡേഴ്സും ഒക്കെ വരുന്ന കാരണം മെസ്സേജസിൽ കുറച്ച് ഡിലേ ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. നമ്മൾ എന്തായാലും തിരിച്ച് റെസ്പോണ്ട് ചെയ്യാതിരിക്കില്ല. നമ്മുടെ ഓരോ പോസ്റ്റിൽ വരുന്ന കമൻറ്റുകൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെയല്ല. നമുക്ക് കുറച്ച് തിരക്കുള്ള ടൈം ആയത് കാരണമാണ് നമ്മളങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ ലേറ്റ് ആവണത്. പെട്ടെന്ന് തന്നെ നമ്മൾ ഈ പ്രോബ്ലംസ് എല്ലാം സോർട്ട് ഔട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് കോപ്പറേറ്റ് ചെയ്യുക. ഫസ്റ്റ് കളക്ഷൻ വന്നിട്ട് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഒരു ഐറ്റാണ്. സ്ലിറ്റഡ് പാറ്റേണിൽ ജോർജറ്റ് മെറ്റീരിയലിൽ വന്നിരിക്കുന്ന നല്ലൊരു ഐറ്റാണ്. ബോർഡ് നെക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. 2 ലെയറായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സ്ലീവ്സിലാണെങ്കിലും കുഞ്ഞൊരു ഡീറ്റെയിലിംഗ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കുറച്ചധികം കളർ ഷെയ്ഡ്സ് ഉണ്ട്, നമുക്കതെല്ലാം കാണാം. ഇതിൻ്റെ ഒരു 6 കളർ ഷെയ്ഡ്സാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് അതിൻ്റെ ഷെയ്ഡ്സ് വന്നിട്ട്. ഫസ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു ബ്ലാക്കിലേക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. മെറൂൺ, രാമ ബ്ലൂ, നേവി ബ്ലൂ, വയലറ്റ് ആൻഡ് യെല്ലോ, ഇത്രയും ഷെയ്ഡ്സാണ് ഈ ഒരു പാറ്റേൺ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഒരു യെല്ലോ ഷെയ്ഡാണ്. ഇതിൻ്റെ നെക്കിലേക്കായിട്ട് നമ്മൾ നല്ലൊരു ഹെവി ആയിട്ടുള്ള ലെയേർഡ് ആയിട്ടുള്ളൊരു വർക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും സ്റ്റോൺസും യൂസ് ചെയ്തിട്ടുള്ളൊരു നല്ല വർക്കാണ് കൊടുത്തിരിക്കുന്നത്. യൂസ് ചെയ്തിരിക്കുന്ന ഫാബ്രിക് വന്നിട്ട് ഒരു ഷിമ്മറി ജോർജറ്റ് ഫാബ്രിക്കാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ബ്ലൂമിങ് ജോർജറ്റാണിത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വന്നിട്ട്. സ്ലിറ്റഡ് പാറ്റേൺ ആണ്. 3/4 സ്ലീവ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്ലീവ്സിൻ്റെ എൻഡിലായിട്ട് ഇത് ഇങ്ങനെ ഒരു ചെറിയൊരു ഡീറ്റെയിലിംഗ് കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു വയലറ്റ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. വയലറ്റ് ഷെയ്ഡിലേക്ക് നമ്മൾ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ട് നല്ലൊരു റിച്ച് ലുക്കാണ് ഇതിന് കൊണ്ടുവന്നിരിക്കുന്നത്. ലൈനിങ് അറ്റാച്ച്ഡ് ആണ്, ക്രേപ്പ് ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ടോപ്പ് ലെങ്ത് വന്നിട്ട് ഒരു 45 ഉണ്ടാവും. സ്ലീവിൻ്റെ ലെങ്ത് 15+ ഉണ്ടാവും. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഒരു വെറൈറ്റി കളർ ഷെയ്ഡാണ്. രാമ ബ്ലൂ ഷെയ്ഡാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഷിമ്മറി ജോർജറ്റാണ്. പ്ലെയിൻ നമ്മൾ നോർമലി കാണുന്നൊരു ജോർജറ്റ് അല്ല. ഇത് ക്ലോസ് വ്യൂ വന്ന വീഡിയോയിൽ എത്രത്തോളം കാണുന്നറിയില്ല. ബട്ട് ക്ലോസിലേക്ക് വരുമ്പോഴേക്കും ഒരു ഷിമ്മറി എഫക്റ്റ് ഉള്ള ലൈൻ പോലെ സ്ട്രൈപ്സ് പോലെ കൊടുത്തിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് നമ്മളിതിന് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ലെയേർഡ് ആയിട്ടുള്ള വർക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം, ലാർജ്, XL, XXL. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള നേവി ബ്ലൂ ഷെയ്ഡാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ ഇങ്ങനെയാണ്. സ്ലിറ്റഡ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ലൈനിങ് അറ്റാച്ച്ഡ് ആണ്, ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല, സ്ലീവ്സിൽ ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു നെക്കാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം കയറി നിൽക്കുന്ന ഒരു ടൈപ്പ് നെക്കാണ്. ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഒരു മോഡലിലായിരിക്കും ഉണ്ടാകുന്നത്. നമുക്കിതിൻ്റെ ഓർഡേഴ്സ് പ്ലേസ്മെൻറ്റ് വരുന്നത് വെബ്സൈറ്റ് ത്രൂ, വാട്സപ്പ് ത്രൂ ആണ്. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ്. ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ ഇങ്ങനെയാണ്. സ്ലിറ്റഡ് പാറ്റേൺ ആണ്. നമ്മൾ നോർമൽ ജോർജറ്റ് മെറ്റീരിയൽ അല്ല യൂസ് ചെയ്തിരിക്കുന്നത്. ബ്ലൂമിങ് ജോർജറ്റാണ്, ഷിമ്മറി ജോർജറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബോർഡ് നെക്ക് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കുറച്ച് താഴെയായിട്ട് ഒരു ലെയർ പോലെ വീണ്ടും നമ്മൾ ഹാൻഡ് വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം തന്നെ പ്രൈസ് വരുന്നത് 750 ആണ്. ഫൈനൽ കളർ ഷെയ്ഡ് വന്നിട്ട് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കോഡ് വന്നിട്ട് MDRS 162 ആണ്. ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യുന്നവർക്ക് ആ ഒരു കോഡ് സെർച്ച് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി വാട്സപ്പ് ഓർഡർ ത്രൂ ആണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്.
നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് ഒരു അടിപൊളി ഐറ്റമാണ്. നമ്മൾ നോർമൽ ജോർജറ്റിലേക്ക് കണ്ടുവരുന്ന ആ ഒരു ടൈപ്പ് ഐറ്റം അല്ല, ഇതൊരു ഫ്യൂഷനാണ്. അതൊരു വെസ്റ്റേൺ ടച്ചും കൂടെ വന്നിരിക്കുന്ന ഒരു ടോപ്പാണിത്. നല്ലൊരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതിന് യോക്ക് പോർഷനിലായിട്ട്. നമ്മുടെ ബെസ്റ്റ് ലെവലിൽ ഇവിടുന്ന് കുറച്ച് പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്തിട്ട് നല്ലൊരു ഫ്ലെയർഡ് ആയിട്ടുള്ളൊരു മോഡലാണിത്. പ്രിൻറ്റഡ് ജോർജറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്ലീവ്സും അത് തന്നെ സെയിം നമ്മൾ കൊടുത്തിട്ടുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതിൻ്റെ കളർ ഷെയ്ഡ്സ് നമുക്ക് കാണാം. നല്ലൊരു അടിപൊളി ഐറ്റമാണ്. നമ്മുടെ അടുത്ത ഐറ്റം വന്നിട്ട് ഇതാണത്. ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന സെയിം പാറ്റേൺ ആണ്. ഒരു വെസ്റ്റേൺ ടച്ചിലേക്ക് പോകുന്ന ഒരു ഐറ്റമാണിത്. പ്രിൻറ്റഡ് ജോർജറ്റാണ്. നല്ല പ്രിൻസ്, ഫ്ലോറൽ പ്രിൻസാണ് നമ്മളേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പാറ്റേൺ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഒരു ഓവർലാപ്പ് പോലെ നമ്മൾ ജോർജറ്റിലേക്ക് നല്ലൊരു ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. റിയൽ മിറേഴ്സും കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും സീക്വൻസും അങ്ങനെ എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക്. നല്ലൊരു ഫ്യൂഷനായിട്ട് വന്നിരിക്കുന്ന ഒരു മോഡലാണ്. ഇതിൻ്റെ അടിയിലേക്ക് നമ്മൾ കുറച്ച് പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്ക് പോർഷൻ വന്നിട്ട് പ്ലെയിൻ നെയിലാണ്. ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് മെറൂൺ ആണ്. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നേവി ബ്ലൂ ഷെയ്ഡാണ്. ഇതിലും നമ്മൾ ഫ്ലോറൽ പ്രിൻസ് തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ യൂഷ്വലി കണ്ടുവരുന്ന ഒരു പാറ്റേണിൽ നിന്നൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഐറ്റമാണിത്. ഒരു വെസ്റ്റേൺ ടച്ചും അതുപോലെ നമ്മുടെ ജോർജറ്റ് ഇഷ്ടപ്പെടുന്നവർക്കുള്ള ആ ഒരു ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം നമ്മൾ മേക്ക് ചെയ്തിരിക്കുന്നത്. 3/4 സ്ലീവ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് കൊടുത്തിരിക്കുന്ന സെയിം ആ ഒരു മെറ്റീരിയലാണ് നമ്മൾ സ്ലീവ്സിലേക്കും യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലെയർഡ് ആയിട്ടൊരു ഐറ്റമാണ്. ബാക്ക് പോർഷൻ പ്ലെയിനിലാണ്. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ്. ഗ്രീൻ്റെ ഫ്ലോറൽ പ്രിൻറ്റ്സ് വന്നിട്ട് ഇങ്ങനെയാണ്. ഇവിടെ ഒരു ഓവർലാപ്പ് സ്റ്റൈലിലാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത്. കുറച്ച് പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലൂസ് ഫിറ്റിൽ വരുന്നൊരു മോഡലാണ്. ബാക്ക് പ്ലെയിൻ എ ലൈനാണ്. 3/4 സ്ലീവ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ക്രേപ്പ് ലൈനിങ് നല്ലൊരു ലെങ്ത്തിൽ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സെർച്ച് കോഡ് വന്നിട്ട് MDRS 169 ആണ്. വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രിൻറ്റ്സ് വന്നിട്ട് ഇങ്ങനെയാണ്. നല്ലൊരു ഫ്ലോറൽ പ്രിൻറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്ലീവ്സും ആ സെയിം മെറ്റീരിയൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബെസ്റ്റ് ലെവലിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ ഈ പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ജോർജറ്റിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു വെസ്റ്റേൺ ഔട്ട്ഫിറ്റാണിത്. നമുക്കൊരു ഡ്രസ്സായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മോഡലാണിത്. ഇതിൻ്റെ സൈസസ് വന്നിരിക്കുന്നത് മീഡിയം, ലാർജ്, XL, XXL ആണ്. പ്രൈസ് വന്നിട്ട് 799. ഈ ഒരു ഔട്ട്ഫിറ്റിന് 4 കളേഴ്സ് നമ്മൾ കണ്ടില്ലേ. 4 കളേഴ്സും നല്ല അടിപൊളി കളേഴ്സാണ്. ഇതിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തായാലും പാടായിരിക്കും. ഇതിൻ്റെ സെർച്ച് കോഡ് വന്നിട്ട് MDRS 169 ആണ്. വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യാം. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഇങ്ങനത്തെ ഒരു വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് എന്തായാലും അഫോർഡബിൾ ആണ്, നല്ല വർത്തിയാണ്. സോ എന്തായാലും ട്രൈ ചെയ്യുക. പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക.